വറുത്ത് തിന്നാം. ഹായ് ഫ്രണ്ട്സ്, ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തേക്ക് നമുക്ക് പുതിയ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും വെള്ളം മുടങ്ങാതെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഇന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വെറൈറ്റി ഒന്നുമല്ല കേട്ടോ, എന്നാൽ പിന്നെ പുതിയ രീതിയിലൊന്ന് മീൻ പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് കെട്ടിയവൻ്റെ കൂടെ ഞാനും കൂടിയേ. നമ്മളിലൊക്കെ നിറയെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടേ കുപ്പി പെറുക്കി ചൂണ്ടയിടാനായിട്ടുള്ള തയ്യാറെടുപ്പ്. ആ ചൂണ്ട കെട്ടേണ്ട ജോലി എനിക്കായിരുന്നു തന്നിരുന്നത്. സ്പൈഡർ ഹുക്കിൽ നിന്ന് ചൂണ്ടയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കുപ്പിയിലേക്ക് അതെല്ലാം നൂല് വെച്ച് കെട്ടി കേട്ടോ. നോക്കിക്കാൻ ഞങ്ങളുടെ പറമ്പിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി കിടപ്പുണ്ട്. നമ്മുടെ ചാലിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വെള്ളം ആയിട്ടുണ്ട്. ഇതുപോലെ ചൂണ്ട കെട്ടിയിട്ട് കുപ്പിയിലോട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടി കുറച്ച് നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ചൂണ്ട. ചൂണ്ടയിൽ കോർക്കാനായിട്ട് മീനിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങും പോകേണ്ടി വന്നില്ല കേട്ടോ. മുറ്റത്തുനിന്ന് തന്നെ നല്ല ജീവനുള്ള മീനെ വല വീശി പിടിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 10-12 ചൂണ്ട നമ്മളിങ്ങനെ കുപ്പിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെടുത്ത മീനിനത്തെ ഒരെണ്ണം പൂച്ച അടിച്ച് മാറ്റി തിന്നുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പം ചൂണ്ട എല്ലാം കൂടി ആയിട്ട് പറമ്പിലേക്ക് പോയി കാണാം. അപ്പുറം ഒരു ചാലുണ്ട്. ആ ചാല് നീന്തി കിടന്ന് വേണം അപ്പുറം എത്താനായിട്ട്. അപ്പം തലയിലിട്ട് ഇത്രയും വെളിച്ചത്തിൽ ടോർച്ചൊക്കെ വെച്ച് പോകാമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ, ഇത് ക്യാമറയാണ്. ഇപ്പം കുപ്പിച്ചൂണ്ടയിൽ ഓരോ ചൂണ്ടക്കുളത്തിലേക്ക് നമ്മൾ പിടിച്ചിരിക്കുന്ന മീനിനെ വാലറ്റം കോർത്താണ് ഇടുന്നത്. എത്ര നേരം മീൻ ഇങ്ങനെ ജീവനോടെ നിൽക്കുമോ അത്രയും നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓരോ ചൂണ്ടയിലേക്കും പയ്യെ മീനിനെ എടുത്ത് കോർത്തിട്ട് അന്നേരം തന്നെയാണ് നമ്മൾ അവിടേക്ക് പയ്യെ താഴ്ത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണ്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന കുറേ പറമ്പുകളാണ്. അപ്പോൾ പറമ്പിലെല്ലാം കണ്ടത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ കയറി നല്ല രീതിയിൽ നിൽപ്പുണ്ട്. അവിടെ ഒരുപാട് മീൻ നമുക്കിങ്ങനെ കിട്ടാറുമുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ ചൂണ്ടയിട്ട് ഇവിടെ നിന്നൊക്കെയാണ് മീനെ പിടിച്ചിട്ടുള്ളത്. അതിലുണ്ടായിരുന്ന മീനിനെയും ചൂണ്ട എല്ലാം ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വെച്ചിട്ട് കിട്ടിയോണ്ടെങ്കിൽ തിരിച്ചു പോന്നേ. അപ്പം ഞാനും കാത്തുക്കുട്ടനും കൂടെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിന്നു. അതിനിടയിലാണ് കാത്തുക്കുട്ടൻ അപ്പുറം ഇറങ്ങണമെന്ന്. അപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന ചൂണ്ട എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു ചൂണ്ട ഭയങ്കരമായിട്ട് കിടന്ന് അനങ്ങുന്നുണ്ടായിരുന്നേ. എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വലിയ ആകാംക്ഷയല്ല ചേട്ടൻ ഓടിച്ചെന്നത്. പക്ഷേ അതൊരു ആമയായിരുന്നു. പിന്നെ അതിനെ റിലീസ് ചെയ്ത് വിട്ടു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇതുപോലുള്ള 2 മീനുകളെ കിട്ടി. 12 ചൂണ്ട ഇട്ടിട്ട് ആകെ കിട്ടിയത് നമുക്ക് 2 മീനുകളാണ്. പക്ഷേ രണ്ടും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ജീവനോടെ തന്നെ നമുക്ക് പിടിക്കാനായിട്ട് പറ്റി. ഈ 2 മീനും വളരെ ചെറുതായിരുന്നു കേട്ടോ. പക്ഷേ അതിനെ റിലീസ് ചെയ്യുന്നില്ല, കാരണം അതിന്റെ ചൂണ്ട നല്ല രീതിയിൽ ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ട്. എന്തായാലും ആ കുളത്ത് ഊരിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കത് കട്ട് ചെയ്തെടുക്കുകയും നിവർത്തിയുള്ളൂ. അതുകൊണ്ട് റിലീസ് ചെയ്താലും വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ കുപ്പി ചൂണ്ടയിടയിൽ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം വീഡിയോ ഇഷ്ടമായെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.